ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ വന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് രാജ്യസഭയിൽ 25 മാർച്ച് 2025 നടന്ന ചോദ്യോത്തരവേളയിൽ ശ്രീ ശംഭു ശരൺ പട്ടേൽ, ശ്രീ മദൻ റാഠോർ, ശ്രീമതി കിരൺ ചൗധരി എന്നിവർ ചോദിച്ച അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 2776 ആണ്. ഇത് 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ചായിരുന്നു. ബഹുമാനപ്പെട്ട ധനമന്ത്രി ദയവായി പറയുമോ: 1. 8ാം ശമ്പള കമ്മീഷന് അനുമതി ലഭിച്ചിട്ടുണ്ടോ? 2. ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ. 3. 8ാം ശമ്പള കമ്മീഷൻ അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിൽ വർധനവും പ്രയോജനവും ലഭിക്കുമെന്ന് കണക്കാക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എണ്ണം എത്രയാണ്? ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയ ശ്രീ പങ്കജ് ചൗധരി മറുപടി നൽകി. 1ഉം 2ഉം ചോദ്യങ്ങൾക്ക് ഉത്തരമായി കേന്ദ്ര ഗവൺമെന്റ് 8ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഏകദേശം 36.5 ലക്ഷം സെൻട്രൽ ഗവൺമെന്റ് സിവിൽ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അതോടൊപ്പം 33.91 ലക്ഷം ഡിഫൻസിൽ ജോലി ചെയ്യുന്നവർക്കും പെൻഷനേഴ്സിനും ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് വ്യക്തമായ മറ്റു വിവരങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.